അങ്ങനെ നീണ്ട 6 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണേ. ഞങ്ങൾ ഡിഗ്രി പാസ് ഔട്ടായ സമയത്താണ് ഈ കോവിഡൊക്കെ വന്നത്. അപ്പോൾ അതിനുശേഷം കാണാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒരു 2 ഇയേഴ്സിന് മുമ്പ് അവൾ കാനഡയിലോട്ട് പോയി. ഇപ്പോൾ അവധിക്ക് വന്നതാണേ. ഞങ്ങളൊരു 2, 3 ദിവസമായിട്ട് കാണാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോഴാണ് അവൾ പറഞ്ഞത് ജയലൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഈ വനിതയുടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ഡിഗ്രി ചെയ്തത് സെയിൻറ്റ് ട്രീസാസിലായിരുന്നേ. അപ്പോൾ അവിടെ ക്രിസ്മസ് ടൈമിൽ ഇങ്ങനെ സ്റ്റോളൊക്കെ ഇടാറുണ്ട്. ഞാനും ഇവളും കൂടെയാണ് ഈ സ്റ്റോൾ മൊത്തം കയറി ഇറങ്ങി നടക്കുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോൾ ആ ഒരു മെമ്മറീസാണേ വന്നത്. പിന്നെ ഞങ്ങൾ കൂടുതലും പോയത് ഫുഡ് സ്റ്റോളിലൊക്കെയാണ്. ബാക്കി ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. വീട്ടിലേക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നേ. ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു, പൂച്ചെടികളൊക്കെ കണ്ടു. പിന്നെ നേരെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കോണാണേ മേടിച്ച്. ഈ ഒരു കപ്പ് കോണിന് 50 റുപ്പീസായിരുന്നു. പക്ഷേ ഭയങ്കര എരിയായിരുന്നു. കുറേ മസാലകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഫെസ്റ്റിന് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ബാൽരമ കേവ്. ഇത് പേപ്പർ വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമായിരുന്നു. കാരണം ഞാൻ കുഞ്ഞിലെ വെള്ളിയാഴ്ച അവൻ നോക്കിയിരിക്കുമായിരുന്നു ബാൽരമ വായിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരുന്നു അത്.